ഹലോ ഗായ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ അംഗനവാടിയിലെ ഫെയർവെൽ വീഡിയോ ആണ് കേട്ടോ. 1.5 വർഷം ഞങ്ങളവിടെ പഠിച്ചായിരുന്നു. അതിനുശേഷം ഇന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഫെയർവെൽ പാർട്ടിയൊക്കെ നടത്തി വലിയ സ്കൂളിലോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും പോകുന്ന പോലെ വീട്ടിലെല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാനും കുഞ്ഞുമണിയും കൂടി നേരെ വെച്ച് പിടിച്ചു അംഗനവാടിയിലേക്ക്. ഇന്ന് ഫെയർവെൽ ആയതുകൊണ്ട് പിന്നെ ബാഗും വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാവർക്കും നല്ല മൊമെൻറ്റോസൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ഫെയർവെല്ലിന് മൊമെൻറ്റോ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറും വന്ന കുട്ടികളുടെ അപ്പന്മാരും അമ്മമാരും എല്ലാവരും കൂടി എല്ലാവർക്കും ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുക്കുന്ന ചടങ്ങായിരുന്നു അടുത്തത്. ഫെയർവെൽ പാർട്ടി മാത്രമല്ലായിരുന്നു, ഇന്ന് പ്രവേശനോത്സവം കൂടിയായിരുന്നു അംഗനവാടിയിൽ. അപ്പോൾ പഴയ കുട്ടികൾ പുതിയ കുട്ടികളെ വെൽക്കം ചെയ്തതിന് ശേഷം ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ഫെയർവെൽ പാർട്ടി നടന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പ്രവേശനോത്സവമായിരുന്നു. അപ്പോൾ പുതിയ കുട്ടികളെ വെൽക്കം ചെയ്യാനായിട്ട് പഴയ കുട്ടികൾ നിൽക്കുവാണേ. ഇവരുടെ അംഗനവാടിയിൽ ഒരു 3-4 പുതിയ കുട്ടികൾ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ വെൽക്കം ചെയ്യാനായിട്ട് എല്ലാവരും കൂടി റെഡിയായി നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ സീനിയർ കുട്ടികളുടെ കയ്യിൽ പൂ കൊടുത്ത കൂട്ടത്തിൽ എൻ്റെ മോൾക്കും കിട്ടിയായിരുന്നു ഒരു പാത്രത്തിൽ നിറയെ പൂവ്. ഇത് വെൽക്കം ചെയ്യാനായിട്ട് എല്ലാവരെയും പൂവ് എറിയാൻ വേണ്ടിയിട്ടാട്ടോ. അനുദാനി എല്ലാവർക്കും ചന്ദനമൊക്കെ തൊട്ട് കൊടുത്ത് സുന്ദരി കുട്ടികളാക്കി നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഓരോരുത്തരെ ആയിട്ട് അകത്തോട്ട് കയറ്റാൻ തുടങ്ങി. വേറെ ട്വിസ്റ്റ് ഉണ്ട്, ഈ കയ്യിൽ പാത്രത്തിൽ പൂ കൊടുത്തിരിക്കുന്ന പിള്ളേരുണ്ടല്ലോ, ഇവരാരും പൂ എറിയുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, എറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പൂ പാത്രത്തിൽ തീർന്നു പോവില്ലേ, അതുകൊണ്ട് ആരും പൂ എറിയുന്നുണ്ടായിരുന്നില്ല. ടീച്ചർ പിന്നെ എല്ലാവരുടെ പാത്രത്തിൽ നിന്നും പൂവെടുത്തിട്ട് പുതിയ കുട്ടികളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സമയങ്ങളൊക്കെ എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. ഇപ്പോൾ അംഗനവാടിയിലാക്കിയതാണ് എനിക്കൊരു ഓർമ്മയായിട്ടുള്ളത്. ഇപ്പോൾ ദേ എൻ്റെ മോൾ അംഗനവാടിയിലെ 1.5 വർഷത്തെ പഠനത്തിന് ശേഷം LKG-യിലോട്ട് പോകാൻ റെഡിയായിരിക്കുകയാണ്. ഇത് പുതിയ കുട്ടികളാണ് കേട്ടോ. ഇത് രണ്ടും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടികളാണ്. ഇവർ രണ്ടുപേരുടെയും പ്രവേശനോത്സവം ഇന്നായിരുന്നു. അതിനുശേഷം എല്ലാവരും വന്ന് അവരവരുടെ സീറ്റിലിരുന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈശ്വര പ്രാർത്ഥന ആയിരുന്നു കേട്ടോ. ടീച്ചറായിരുന്നു ഈശ്വര പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. കുഞ്ഞുമക്കളെല്ലാവരും നല്ല മിടുക്കികളും മിടുക്കന്മാരുമായിട്ട് കൈയൊക്കെ കൂപ്പി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് തന്നെ അത് കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നേ. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോകുന്ന പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് മൊമെൻറ്റോ ഒക്കെ കൊടുത്തത് കേട്ടോ. എൻ്റെ മോൾക്ക് കൊടുത്തത് ടീച്ചറും ഞങ്ങളുടെ വാർഡിലെ മെമ്പറുമാണ്. ഇവർ രണ്ടുപേരും സ്വന്തം ആങ്ങളെയും പെങ്ങളും ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടിയാണ് എൻ്റെ മോൾക്ക് കൊടുത്തത്. എൻ്റെ മോൾക്ക് ഇപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ ഇവർ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൊമെന്റോസ് ഒക്കെ കാണിക്കായിരുന്നേ. പിന്നെ ചെറിയ സ്നാക്സും ജ്യൂസൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു പാർട്ടി ഉണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ ഇയാൾ എല്ലാവരെയും സർട്ടിഫിക്കറ്റ് മൊമെന്റോ ഒക്കെ കൊണ്ടേ കാണിക്കാണ്. വലുതപ്പച്ചനെയും വലുതമ്മച്ചയും എല്ലാവരെയും കൊണ്ടേ കാണിക്കാണ്. വലുതപ്പച്ചൻ ഇയാൾക്ക് ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കാണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലുതപ്പച്ചൻ ഇതൊക്കെ എടുത്തെല്ലാം വായിച്ചൊക്കെ നോക്കുകയാണ് എന്താണ് ഈ സർട്ടിഫിക്കറ്റിൽ എഴുതിയേക്കുന്നൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ നേരെ കൊണ്ട് ഇയാൾ പപ്പയുടെ കൊടുത്തു കേട്ടോ. പപ്പയാണെങ്കിലും എന്താണെന്നൊക്കെ നോക്കുവാണേ. പപ്പ കിടന്ന് നോക്കുന്ന കണ്ടപ്പോഴത്തേക്കും എന്താ പപ്പ ഒന്ന് ഇരുന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. സർട്ടിഫിക്കറ്റും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പപ്പയെ പിടിച്ചിരുത്തി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.